الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അഅമാലുകളെ സംവിധാനിച്ചിരിക്കുന്നത് ഷഹാദത്തിനെ ഉറപ്പിക്കാനാണ്, ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു അടിമകളോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിക്കുക. ഖാലു റബ്ബുനല്ലാഹ്, അത് അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അടിസ്ഥാനം അതാണ്. നമ്മുടെ റബ്ബ് അള്ളാഹുവാണ്, അതാണ് അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൻ്റെ അനുബന്ധമാണ്. അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന് അംഗീകരിക്കുന്നവർക്ക് അള്ളാഹു ഓഫർ ചെയ്യുന്നത് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ദുനിയാവിൽ അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല, ആഖിറത്തിൽ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. തീർച്ചയായും ഒരു കൂട്ടർ അല്ലാഹു ഞങ്ങളുടെ റബ്ബാണ് എന്ന് അംഗീകരിച്ചവർ. ഇവിടെ ഗൗരവത്തോടെ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നതിൽ ലാ ഇല്ല.
അള്ളാഹുവിനെ ഇലാഹായി അംഗീകരിക്കുന്നതിനാണ് ലാ ഉള്ളത്. ലാ നെഗേഷൻ, ലാ ഇല്ല. നിഷേധാത്മക മൊഴിയുള്ളത് ലാ ഇലാഹയിലാണ്. സൂഫികളാണ് ലാ റബ്ബ ഇല്ലല്ലാഹ് എന്നാക്കി തീർത്തത്. ഖാലു റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. അല്ലാതെ വേറൊരു റബ്ബ് ഞങ്ങൾക്കില്ല എന്നുള്ള എല്ലാ കലിമ. ഖാലു റബ്ബുനല്ലാ, ഞങ്ങളെ റബ്ബ് അല്ലാഹുവാണ്. അത് പിന്നെ വേറെ സംശയങ്ങളില്ല. സംശയങ്ങളുണ്ടെങ്കിലേ ലാക്ക് പ്രസക്തിയുള്ളൂ. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല. ആകാശലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും മനുഷ്യരും തമ്മിൽ നടത്തിയ സംവാദത്തിൽ ഒരു കരാറുണ്ടാക്കി എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. നാം ഇപ്പോൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ കരാർ അനുസരിച്ച് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കലാണ്. ആ കരാറിൽ ഇലാഹിന്റെ വിഷയമില്ല. കൂട്ടരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹസ്രത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്കാണ് ലാ ഇലാഹ വന്നത്. എന്താ കാര്യം? അള്ളാഹുവാണ് ഞങ്ങളെ റബ്ബ് എന്ന ഷഹാദത്തിനെ ഭൂമിയിൽ ജീവിച്ച അടിമകൾ ജാറങ്ങളെ കൊണ്ട് ബാത്തിലാക്കിയപ്പോൾ ആ ബാത്തിനിയത്തിൽ നിന്ന് തിരിച്ചു വരാനുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് ചരിത്രം വളരെ കൃത്യമാണ്. തൗഹീദിന് വേണ്ടിയുള്ളതാണ് ചരിത്രം. എന്താണ് ആകാശലോകത്ത് വെച്ച് നടന്നത് മനസ്സിലാക്കിയേ പറ്റൂ. അത് ആവർത്തിച്ച് മരിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അഷ്റഫുൽ ഖൽക്ക് 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയ 1-ാം തീയതി മുതൽ പറയാൻ തുടങ്ങിയതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഫാത്താകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ്, വഫാത്താകുന്നതിൻ്റെ അതായത് സക്രാത്തിന്റെ വേദന കടിച്ചിറക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം പൂർണ്ണമായി മുന്നിൽ കണ്ട സമയത്തും പറഞ്ഞത് തൗഹീദാണ്. ആ വേദന തിന്നുന്ന സമയത്താണ് അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞത് ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ് എന്ന്. സമയം സന്ദർഭമൊക്കെ ആലോചിക്കണം. എന്നിട്ട് വേണം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി വഫാത്താക്കാൻ വേണ്ടി കിടക്കുക. മലക്കുൽ മൗത്ത് ശരീരം തൊട്ടിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ. ഇന്നലിൽ മൗത്തില സക്കറാത്ത് എന്ന് അഷ്റഫുൽ ഖൽക്ക് വിളിച്ചു പറയുന്നുണ്ട്. മരണത്തിന് വല്ലാത്ത വേദനയാണ് എന്ന്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് കേട്ടപ്പോഴാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ നോവ് അനുഭവിക്കാൻ സഹിക്കാൻ കഴിയാത്ത നോവ് കണ്ടപ്പോഴാണ് ഫാത്തിമ പറഞ്ഞത് എന്റെ ബാപ്പാക്ക് പിടിപെട്ടിരിക്കുന്ന വേദനയിൽ എന്റെ വേദനയെ, എന്റെ ദുഃഖമേ, എന്റെ വിഷമമേ എന്ന് ഫാത്തിമ വിളിച്ചു പറഞ്ഞ് കരഞ്ഞത് ഈ നോവ് കണ്ടിട്ടാണ്. ഫാത്തിമയാണ് അടുത്തുള്ളത്. പ്രിയപ്പെട്ട മകള് ഫാത്തിമയാണ് അടുത്തത്. അഷ്റഫുൽ ഖൽക്കിന്റെ ഐഷത്തു സിദ്ദീഖാന്റെ മടിയിലാണ് തല. ഐഷത്തു സിദ്ദീഖാന്റെ മടിയിൽ കിടക്കുന്ന സമയത്താണ് സംഭവം. അവിടെ നിന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് ദീനിന്റെ വിഷയത്തിൽ പറഞ്ഞ വാക്ക്. പിന്നെ അഷ്റഫുൽ ഖൽക്ക് മിണ്ടുന്നില്ല. പിന്നെ മിണ്ടുന്നത് അവസാനത്തെ വാചകങ്ങളാണ്. ഇലർ റഫീഖിൽ അഅ്ലാ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കിലേക്ക് പോകുകയാണ്. അഷ്റഫുൽ ഖൽക്ക് അതിനു മുമ്പ് അവസാനമായി ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിച്ച ഗൗരവമുള്ള വിഷയം ലഅനല്ലാഹുൽ യഹൂദ്, ജൂതമതക്കാരെ അല്ലാഹു തആല നശിപ്പിക്കട്ടെ, ശപിച്ചിരിക്കുന്നു അവരെ അല്ലാഹു തആല. വന്നസാറ, നസാറ മതക്കാരെയും അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം, എന്താ കാര്യം? അവരുടെ അമ്പിയാക്കൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഖബറുകളെ, അവരെ കുഴിച്ചിട്ട സ്ഥലങ്ങളെ, മറമാടിയ സ്ഥലങ്ങളെ അവർ മസാജിദ ആരാധിക്കുന്ന കേന്ദ്രങ്ങളാക്കി, ദുആ ചെയ്യുന്ന കേന്ദ്രങ്ങളാക്കി, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇടയാളായിട്ട് നിശ്ചയിച്ചത് ഈ വസനുകളെയാണ്. എന്നിട്ട് അഷ്റഫുൽ ഖൽക്ക് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ഖബർ മനുഷ്യർ വന്നിട്ട് കാര്യങ്ങൾ തേടുന്ന, ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന, തവസ്സുൽ ചെയ്യുന്ന ഒരു വസൻ, ഒരു പ്രതീകമാക്കല്ലേ അല്ലാഹുവേ. എപ്പോഴാണ് ഇത് പറയുന്നത്? വേറെ പറയുമ്പോ അല്ല, മിമ്പർ വന്ന് ഖുത്ബ ഓതുമ്പോ അല്ല ഇത് പറയുന്നത്. ഹബീബായ മുത്തായിഷത്തു സിദ്ദീഖാന്റെ മടിയിൽ തലവെച്ച് സക്രാത്തിന്റെ വേദന കടിച്ചിറക്കുന്ന, ഇടക്കിടക്ക് ബോധം പോകുന്നു, പിന്നെ ബോധം വരുന്നു. ആ സമയത്താണ് അഷ്റഫുൽ ഖൽക്ക് ഇത് പറഞ്ഞത്. നിങ്ങൾ ആരും ഇതിന്റെ ഗൗരവം ആലോചിക്കുന്നു. മുഅ്മിനീങ്ങളുടെ ഖബറുമായിട്ടുള്ള ബന്ധത്തിന്റെ നാശം നിങ്ങൾ ഈ വാക്കുന്ന് വായിച്ചെടുക്കണം.
ലോകത്തിന് നിലനിൽക്കുന്ന മംഗലാപുരം തൊട്ട് ഫലസ്തീൻ വരെ മുസ്ലിം ഉമ്മത്തിന്റെ കൈകളിൽ നിലനിൽക്കുന്ന 40,000-ഓളം വരുന്ന ജാറത്തിന്റെ കെടുതി ഈ ഉമ്മത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ അഷ്റഫുൽ ഖൽക്കിന്റെ നോവിൽ നിന്ന് നാം വായിച്ചെടുക്കണം, മറക്കരുത്. അതുകൊണ്ട് തന്നെയാണ് നാം അത് ഗൗരവമായിട്ട് തന്നെ പറയുന്നത്. ഹബീബായ മുത്ത് അവസാനമായിട്ട് ഉമ്മത്തിന് കൊടുത്ത ഓർഡർ അതാണ്. ദാ നിങ്ങൾ ഖബറുകളുമായി ബന്ധപ്പെട്ടു പോകരുത്, ജാറങ്ങളുമായി ബന്ധപ്പെട്ടു പോകരുത്, ദർഗകളുമായിട്ടൊരു ബന്ധവും നിങ്ങൾക്കുണ്ടായി പോകരുത്. അത് നിങ്ങളുടെ നാശമാണ്, അത് നിങ്ങളുടെ ശാപമാണ്. പൂർവികന്മാര് ശപിക്കപ്പെട്ടതും അങ്ങനെയാണെന്ന് ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഗൗരവത്തോടെ പറയാനുണ്ടായ കാരണം ആകാശ ലോകത്ത് വെച്ച് മനുഷ്യർ അല്ലാഹു തആലക്ക് കൊടുത്ത കരാറിനെ ഖബറുകളെ കൊണ്ട് ലംഘിച്ചത് കൊണ്ടാണ്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാക്കിയേ പറ്റൂ. മരിക്കുന്നതിന് മുമ്പ് സംഗതി ക്ലിയറാക്കിയേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ്, അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബല്ലേ ഞാനെന്ന്. ആകാശ ലോകത്ത് വെച്ച് ആദം തൊട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ അർവാഹുകളെ മുഴുവനത്തിനെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് ആ സമ്മേളനത്തിൽ വെച്ച് അല്ലാഹു തആല മനുഷ്യരുമായിട്ട് നടത്തിയ സംവാദമാണ്. അല്ലാഹു തആല ആ സദസ്സിൽ വെച്ചാണ് മനുഷ്യരോട് കരാർ വാങ്ങുന്നത്. ആദമിന്റെ സന്തതികളായ മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല കരാർ വാങ്ങിയ സന്ദർഭം. കരാർ വാങ്ങുക മാത്രമല്ല ചെയ്തത്, ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം, ഓരോരുത്തരെ കൊണ്ടും അല്ലാഹു ഷഹാദത്ത് പറയിപ്പിക്കുകയും ചെയ്തു. ഏതാ വിഷയം? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ. ഇലാഹ് ഞാനല്ലേ എന്നല്ല, റബ്ബ് ഞാനല്ലേ. അലസ്തു ബി ഇലാഹിക്കും എന്നല്ല വാക്ക്, അലസ്തു ബി റബ്ബിക്കും. ഇലാഹ് എന്നതിനെ പറ്റിയുള്ള ചർച്ച ആകാശ ലോകത്ത് നടക്കുന്നേ ഇല്ല. അത് സംഭവിക്കുന്ന കാര്യമല്ല. ആകാശ ലോകത്ത് അല്ലാഹു അല്ലാത്ത ഒരു പ്രതീകം അല്ലെങ്കിൽ ഒരു പ്രതിബിംബം, അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ സമയമായിട്ടില്ല. ആകാശ ലോകത്ത് ആദം മനുഷ്യരുമായിട്ടുള്ള ചർച്ചയിൽ അള്ളാഹു എന്തിനാണ് അള്ളാഹു അല്ലാത്ത, അള്ളാഹ്ക്ക് പകരക്കാരോ അള്ളാഹ്ക്ക് പാർട്ട്ണർമാരോ വസീലയായോ ഇസ്തിഗാസിയായോ സെക്കായോ ദാഹായോ ബർക്കത്തായോ എന്തിനെങ്കിലും ഒന്നിനെ അള്ളാഹു അല്ലാത്തവരെ ഇടപെടിപ്പിക്കുന്ന വിഷയം ആ ചർച്ചയിൽ വന്നെങ്കിലല്ലേ ഉള്ളൂ അതിനെപ്പറ്റിയുള്ള ചർച്ച. ഇവിടെ റബ്ബിനെ പറ്റിയാണ് ചർച്ച. എന്താണ് റബ്ബ്? എന്താണ് റബ്ബ്? റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റബ്ബ് എന്ന് പറഞ്ഞാൽ 3 അധികാരാവകാശങ്ങൾ ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അവനെ വിളിക്കാൻ അല്ലാഹ് വെച്ച പേരാണ് റബ്ബ്. അപ്പൊ റബ്ബന റബ്ബി എന്നത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന് രക്ഷിതാവ്, പേരന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊളാക്കണ്ട. റബ്ബ് തന്നെ പറഞ്ഞ് ശീലിക്കണം. അതിനെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ കർണാടകത്തിലോ കന്നഡയോ ഒന്നും പറഞ്ഞിട്ട് കൊളാക്കണ്ട. റബ്ബിനെ റബ്ബ് തന്നെ വിളിച്ച് ശീലിക്കണം. ആദം നബി തൊട്ട് അഷ്റഫുൽ ഖൽക്ക് വരെയുള്ള മുഴുവൻ നബിമാരും അല്ലാഹുവിനെ റബ്ബ് എന്ന് പറഞ്ഞിട്ടാണ് അഭിസംബോധനം ചെയ്തത്, അല്ലേ? ആദം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞു റബ്ബനാ ളലംനാ അൻഫുസനാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു റബ്ബനാ തഖബ്ബൽ മിന്നാ. മൂസ അലൈഹിസ്സലാം. അങ്ങനെ ഓരോ നബിമാരും റസൂലുകളും റബ്ബ്, റബ്ബന, റബ്ബി എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിച്ചത്. വളരെ ഗൗരവത്തിൽ കാണണം. ഞാൻ നിങ്ങളെ റബ്ബല്ലേ, നിങ്ങളെ ഖാലിക്ക്, നിങ്ങളെ ഉടമസ്ഥൻ ഞാനല്ലേ, നിങ്ങളെ സൃഷ്ടിച്ചവൻ ഞാനല്ലേ, നിങ്ങളെ നിയന്ത്രിക്കുന്നവനും ഞാനല്ലേ. എന്തു പറയുന്നു നിങ്ങൾ? മനുഷ്യനോട് അല്ലാഹു തആല ചോദിക്കണം. അന്ന് ഞാനും നിങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് തമാശ. ഈ നിൽക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളും ഒക്കെ അവിടെ ഉണ്ടെന്ന്. ജാതി മതഭേദമന്യ ഭൂലോകത്ത് ആദമു തൊട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യര് മുഴുവനും ഒന്നുണ്ട് അവിടെ. ഇന്ന് ലോകത്ത് ജീവിക്കുന്ന 110 കോടി ഹിന്ദുക്കളുണ്ട് അക്കൂട്ടത്തില്, 400 ചില്ലറ കോടി ക്രിസ്ത്യാനികളുണ്ട് അക്കൂട്ടത്തില്, 350 കോടി 325 കോടി മുസ്ലിമീങ്ങളുണ്ട് അക്കൂട്ടത്തില്, 65 ലക്ഷം ജൂതന്മാരുണ്ട് അക്കൂട്ടത്തില്, പിന്നെ അല്ലറ ചില്ലറ മതക്കാര് വേറെയും. എല്ലാവരും ആ കൂട്ടത്തിലുണ്ട് അന്ന സമ്മേളനത്തില്. അതുകൊണ്ട് ആരെയും മാറ്റി നിർത്തുന്നില്ല. നാം മനുഷ്യനെ മൊത്തത്തിലാണ് അല്ലാഹു തആല കാണുന്നത്. എന്നിട്ട് മൊത്തത്തിലാണ് അല്ലാഹു തആല ചോദിക്കുന്നത് നിങ്ങളെ റബ്ബ് ഞാനല്ലേ എന്ന്. എന്നിട്ട് അല്ലാഹു തആല ഷഹാദത്ത് പറയിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ്. അന്ത റബ്ബുന, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ഫശഹിദിന അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ. ഖാലൂ ബലാ,
മുഴുവൻ മനുഷ്യരും, ഞാനടക്കം, നിങ്ങളടക്കം, മനുഷ്യരടക്കം, ഇവിടുത്തെ ഹിന്ദു സമൂഹമടക്കം, ക്രിസ്ത്യാനികളടക്കം, ജൂതരടക്കം, മജൂസികളടക്കം, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ഭൗതികവാദികൾ, സയനിസ്റ്റുകൾ, ഫാസിസ്റ്റുകൾ, ഓറിയന്റലിസ്റ്റുകൾ, നാസിസ്റ്റുകൾ, സെക്യുലറിസ്റ്റ്, അങ്ങനെ എന്തെല്ലാം ഇസും കുസും ഒക്കെ ഉണ്ടോ എല്ലാം മനുഷ്യൻ, ആദമിന്റെ സന്തതി. അവർ മുഴുവനും ഒറ്റ സ്വരത്തിൽ അള്ളാഹുവിന് കൊടുത്ത മറുപടി ബലാ, അതെ നീ തന്നെയാണ് ഞങ്ങളെ റബ്ബ്. അത് വെറും പറച്ചലല്ല, ഷഹീദിന, ഭൂമിയിലെത്തിയാൽ അത് ജീവിച്ച് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ലേ അല്ലാഹു കൊടുത്ത ഉറപ്പ്? ഞാനും ഉറപ്പ് കൊടുത്തില്ലേ? നിങ്ങൾ ഓരോരുത്തരും കൊടുത്തില്ലേ ഉറപ്പ്? ഇവിടുത്തെ നാരായണനും വർഗീസും എല്ലാം കൊടുത്തില്ലേ ഉറപ്പ്? ആണും പെണ്ണും എല്ലാം കൊടുത്തില്ലേ ഉറപ്പ്? ഭൂമിന്റെ കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും ആ ഷഹാദത്ത് കൊടുത്തല്ലേ? ഭൂമിയിലെത്തിയാൽ അത് ജീവിച്ച് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹു അക്ബർ. അതാണ് ഒന്നാമത്തെ ഷഹാദ. ഞാനും നിങ്ങളും അള്ളാഹുമായിട്ട് നടത്തിയ ആദ്യത്തെ കരാർ. ഷഹാദ മീൻസ് കരാർ, എഗ്രിമെന്റ്. ഭൂമിയിലെത്തിയ മനുഷ്യൻ ആദമാണ് ആദ്യം. ഇന്നല്ലാഹ അസ്തഫ ആദം. ആദമിനെ അല്ലാഹു നബിയാക്കി. എന്തിന്? ആകാശലോകത്ത് വെച്ച് പരിചയപ്പെട്ട അള്ളാഹുവിന്റെ റുബൂബിയത്ത് അനുസരിച്ച് ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഭാര്യ മക്കൾക്ക് പഠിപ്പിക്കാൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടികൾ അള്ളാഹുവിന്റെ റുബൂബിയത്ത് 100% അംഗീകരിച്ചവരാണ്. അവർക്ക് ഇലാഹുകളെ പറ്റി ചർച്ച ചെയ്യേണ്ടി വന്നില്ല. രണ്ടാമത്തെ തലമുറ, മൂന്നാമത്തെ തലമുറ, ഇദ്രീസിന്റെ തലമുറ, ശീസിന്റെ തലമുറ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇബ്നു അബ്ബാസിന്റെ ഹദീസ് അനുസരിച്ച് 10 തലമുറ. ആ 10 തലമുറകൾക്കുള്ളിൽ ഇലാഹിനെ പറ്റി ചർച്ച ചെയ്യേണ്ടി വന്നില്ല. എന്തുകൊണ്ട്? ആകാശത്തിൽ വെച്ച് അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ് ആകാശത്തിൽ നിന്ന് വന്ന ആദം മക്കൾക്ക് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതേ സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ 10 തലമുറകൾക്ക് അള്ളാഹു അല്ലാത്തൊരു തങ്ങളെ പരിചയമില്ല, ഒരു നബിനെ പരിചയമില്ല, ഒരു മരിച്ചുപോയ ഒരു റസൂലിനെ പരിചയമില്ല, ഒരു ജിന്നിനെ പരിചയമില്ല, ഒരു മലക്കിനെ പരിചയമില്ല. അള്ളാഹുവിന്റെ പകരം വെക്കാൻ അവർക്ക് അങ്ങനത്തെ ഒരു ചിന്തയെ വരുന്നില്ല, അങ്ങനത്തെ ഒരു ചർച്ചയെ വരുന്നില്ല. അള്ളാഹു മാത്രം. അള്ളാഹു റബ്ബുന. അതെ, ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് ആ ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ആദമിനെ നബിയാക്കിയത്. ആ ഇസ്തിഖാമത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശീസിനെ നബിയാക്കിയത്. ആ ഇസ്തിഖാമത്ത് പഠിപ്പിക്കാനാണ് ഇദ്രീസിനെ നബിയാക്കിയത്. എന്താണ് രൂപത്തിന്റെ ജോലി? അള്ളാഹു റബ്ബാണെന്ന് കരാറ് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ. ആ കരാറ് ലംഘിച്ചു പോകരുത് കേട്ടോ. അള്ളാഹു അല്ലാത്തൊരു വസ്തു മനസ്സിൽ കടക്കരുത് കേട്ടോ. അള്ളാഹ്ക്ക് പകരക്കാരായിട്ട് ഒരു ശക്തി കടക്കരുത് കേട്ടോ. ഒരു ജിന്നോ മലക്കോ വലിയോ ഷെയ്ഖോ അല്ലെങ്കിൽ ഒരു ദീനാറോ ദിർഹമോ ഒരു സൊസൈറ്റിയോ ഒന്നും നിങ്ങളുടെ മനസ്സിൽ അള്ളാഹ്ക്ക് പകരമായിട്ട് കടന്നു പോകരുത്. അള്ളാഹു മാത്രം. അള്ളാഹുവിനെ ഒന്നിച്ച് പറയാൻ വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ എന്നാലും എന്ന ശൈലി ശിർക്കിന്റെ ശൈലിയാണ്. എന്നാലും എന്ന് പറയില്ല നമ്മൾ, അല്ല തന്നെ എന്നാലും. വല്ലാഹി അത് ശിർക്കിന്റെ ചേരുവയാണ്. അള്ളാഹുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്നാലും എന്ന വാക്ക് മുഅ്മിനീങ്ങളുടെ നാവിൽ വരാൻ പാടില്ല. ഒരാളെന്തോ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുടുംബ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ കൂട്ടുകാരനോട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം അള്ളാഹു ശരിയാക്കി തരും, നീ വിഷമിക്കണ്ട. അപ്പൊ മറ്റയാളെ വക എല്ലാം അള്ളാഹ് ശരിയാക്കും, എന്നാലും വല്ലാഹി അങ്ങനെ മറുപടി പറയരുത്. ഭാര്യ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രയോഗത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നാലും ഇല്ല. മഖ്ലൂക്കും തമ്മിലാണെങ്കിൽ എന്നാലും ആവാം. മഖ്ലൂക്കും തമ്മിലാണെങ്കിൽ എന്നാലും ആവാം. ഇപ്പൊ സംഗതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോ, നീ എന്തിനെ പേടിക്കുന്നത്? നിന്റെ മോൻ ദുബായിലില്ലേ? സാധാരണ പറയുന്ന വാക്കല്ലേ, നീ എന്തിനെ വിഷമിക്കുന്നത്? നിന്റെ മോൻ ഗൾഫിലില്ലേ? അപ്പം മറ്റാള് ഗൾഫിലുണ്ട്, എന്നാലും അവിടെ എന്നാലും ആവാം. മഖ്ലൂക്കും തമ്മിലുള്ള ബന്ധത്തിൽ എന്നാലും ആവാം. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ സംസാരത്തിൽ വല്ലാഹി എന്നാലും എന്ന പ്രയോഗം അപകടമാണ്. പിന്നെ അവിടെ പറയേണ്ട മറുപടി എന്താണ്? ബേശക്, തീർച്ചയായും ഹസ്ബി അല്ലാഹ്, എനിക്ക് എൻ്റെ അല്ലാഹ് മതി എന്നാണ് മറുപടി പറയേണ്ടത്. മൂമിൻ അങ്ങനെ പറയണം. ഭർത്താവ് ഭാര്യയോട് അല്ലാഹ് ഉണ്ടല്ലോടോ, നീ എന്തിനാ വിഷമിക്കുന്നത്? അപ്പം ഭാര്യ പറയേണ്ട മറുപടി, എന്നാലും അല്ലാഹ് ഉണ്ടെന്ന് പറഞ്ഞ് ഇരുന്നോ, തിന്നാൻ കിട്ടോ എന്നാ സാധാരണ ലോ ക്ലാസ് ഭാര്യമാര് പറയുക. ഹൈ ക്ലാസ് ഭാര്യമാരെന്താ മറുപടി പറയുക?
തീർച്ചയായും എനിക്ക് എൻ്റെ അള്ളാ മതി. ഹസ്ബി അള്ളാ എന്നാ ഭാര്യ മറുപടി പറയണം ഭർത്താവിനോട്. അതാണ് ആ കുടുംബത്തിന്റെ പത്രാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 തലമുറയുടെ കാര്യത്തിൽ ഇന്ന് വരെ ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുമായി പ്രവാചകന്മാരെ അയക്കേണ്ടി വന്നില്ല. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ലാ എന്ന കടുകടുത്ത വിപ്ലവത്തിന്റെ മൊഴിയുമായി നൂഹ് നബി വരേണ്ടി വന്നത് അല്ലാഹു ആണ് റബ്ബ് എന്ന ആകാശത്തിൽ കൊടുത്ത കരാറിനെ ലംഘിച്ചുകൊണ്ട് 5 ഒലിയുകൾക്ക് ജാറങ്ങൾ ദർഗകൾ പണിത് ആ ഷഹാദത്തിനെ ബാത്തിലാക്കി കാഫിരീങ്ങളായിരിക്കുകയാണ്. അവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. അവിടെ മുതൽ ലാ ഇലാഹ വരാൻ തുടങ്ങിയത്. നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് ലംഘിച്ചിരിക്കുകയാണ്. ഇലാഹുകളെ നിശ്ചയിച്ചുകൊണ്ട്, ജാറങ്ങളെ ദർഗകളെ നിശ്ചയിച്ചുകൊണ്ട്, വലിയകളെ നിശ്ചയിച്ചുകൊണ്ട്, ശൈഖുകളെ നിശ്ചയിച്ചുകൊണ്ട്, ജീവിച്ചിരിക്കുന്ന ജിന്നുകൾ, മരിച്ചുപോയ വലിയുകൾ, ഒപ്പം മലക്കുകൾ, ദീനാറുകൾ, ദിർഹമുകൾ, ഇതൊക്കെ മനസ്സിൽ പൂജിച്ച് നിങ്ങൾ അല്ലാഹുവല്ലാത്തവരെ കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷയിലാണ്. പറ, അല്ലാഹുവിനോട് മാറ്റിപ്പറ, ആകാശത്തിൽ വെച്ച് നടത്തിയത് ഞാൻ ലംഘിച്ചു പോയി അല്ലാഹുവേ. ഇല്ല, നിന്നൊന്നിച്ചു കൂട്ടാൻ പറ്റുന്ന ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അല്ലാഹു അല്ലാത്ത വേറൊരു ഇലാഹില്ല എന്ന് നൂഹ് നബിയാണ് പറയേണ്ടി വന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്ന് പറഞ്ഞില്ല. ശീസ് നബിയും ഇദ്രീസ് നബിയും പറഞ്ഞില്ല. എന്ന പണ്ഡിതന്മാരും പറഞ്ഞില്ല. അവരൊക്കെ റുബൂബിയത്ത് സ്ഥാപിക്കുകയാണ്. അല്ലാഹു ആണ് റബ്ബ്, അതിൽ ഉറച്ചു നിൽക്കണം. സുമ്മസ്തഖാമു, അതിൽ നിന്ന് വ്യതിചലിച്ചു പോകരുത്. ഒരിക്കലും ആ കരാറ് ലംഘിച്ചു പോകരുത്. കരാറ് സസ്പെൻഡ് ആയി പോകരുത്. കരാറ് ഡിസ്മിസ് ആയി പോകരുത്. കരാറിന് ഡാമേജുകൾ ഈ പറഞ്ഞ പോലെ എന്നാലും എന്ന് പറഞ്ഞിട്ട് ഡാമേജ് വന്ന് ഉപയോഗശൂന്യമായി പോകരുത്. ഉറപ്പിച്ചു നിർത്തണം, ഉറപ്പിച്ചു നിൽക്കണം, ഉറപ്പിച്ചു നിൽക്കണം. ഈ സന്ദർഭത്തിലാണ് 11ാമത്തെ തലമുറയിൽ 5 ആലിമീങ്ങൾ, ഉസ്താദുമാര്, മശായിഖുകള്, ശൈഖുനമാര് മരിച്ചപ്പോൾ അവരെ ഇറാഖിലെ പൊതു ഖബർസ്ഥാനിൽ കബറടക്കി. ആ കബറുകളെ, ആയിരക്കണക്കിന് കബറുകളുടെ കൂട്ടത്തിൽ നിന്ന് ഈ 5 മഹാന്മാരെ കബറ് മാത്രം കല്ലുകെട്ടി തിരിച്ച് ഉലമാക്കളെ നേതൃത്വത്തിൽ, മുദരിസുകളുടെ നേതൃത്വത്തിൽ, അന്ന് മുദരിസുകൾ ഉണ്ടായിരുന്നു, അന്ന് ഖാദിമാരുണ്ടായിരുന്നു, ഇമാമിങ്ങൾ ഉണ്ടായിരുന്നു, ഉലമാക്കൾ ഉണ്ടായിരുന്നു, കിതാബ് പഠിച്ച ശൈഖന്മാരുണ്ടായിരുന്നു, അതേപോലെ തന്നെ പള്ളികൾ ഉണ്ടായിരുന്നു, മദ്രസകൾ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നിച്ച് എല്ലാം ഉണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമൂഹത്തെ പറ്റി വേറെ ഒരു ജീർണതയും റിക്കാർഡാക്കപ്പെട്ടിട്ടില്ല. എല്ലാം ഭംഗിയായി നടക്കുന്നുണ്ട്, എല്ലാം സുന്ദരമായി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മഹാന്മാരായ ഈ 5 പേരുടെ ഖബർ കാണിച്ച് ഉസ്താദുമാര് ജനങ്ങളെ എല്ലാം കൂട്ടി അങ്ങോട്ട് പോയിട്ട് അൽ ഫാത്തിഹ അന്നാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇന്ന് കാണുന്ന 50,000 ജാറങ്ങളുമായിട്ട് ഈ മുസ്ലിം ഉമ്മത്ത് തൊലഞ്ഞു നാറുന്ന ഈ സമ്പ്രദായം ഉണ്ടാക്കിയത് അന്ന് ഉസ്താദുമാര് വേറെ ആരുമല്ല. അന്നത്തെ മശായിഖുകൾ, അന്നത്തെ വലിയ വലിയ ഓറുകൾ, അന്നത്തെ ഖാദിമാര്, അവരാണ് ആ 5. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെതിരായിട്ട് രംഗത്ത് വന്നു. ആ സമയത്ത് ഉലമാക്കളും രംഗത്ത് വന്നു. അങ്ങനെയാണല്ലോ, തൗഹീദിന്റെ പ്രബോധനവുമായിട്ട് ഒരു കൂട്ടർ രംഗത്ത് വരുമ്പോൾ ശിർക്കിന്റെ ആൾക്കാർ അതിനേക്കാൾ വലിയ സമൂഹമായിട്ട് രംഗത്ത് വരും. അത് പാരമ്പര്യ ചരിത്രത്തിന്റെ പാരമ്പര്യമാണ്. ഉലമാക്കൾ രംഗത്ത് വന്നു, വലിയ വലിയ മശായിഖുകൾ രംഗത്ത് വന്നു, പള്ളി കമ്മിറ്റിക്കാർ രംഗത്ത് വന്നു, മഹല്ല് ജമാഅത്ത് രംഗത്ത് വന്നു. എന്നിട്ട് അവര് പ്രസംഗിച്ചു, ആൾക്കാരെ കൂട്ടിയിട്ടില്ല, ആലിഹത്തക്കും, ദാ നിങ്ങളുടെ ശൈഖന്മാരെ കൈവിടണ്ട കേട്ടോ. ഖുർആന സൂറത്ത് നൂഹ്, ലാ തദറുന്ന ആലിഹത്തക്കും. നൂഹ് പറയുന്നു ഇതൊന്നും ശരിയില്ല എന്ന്, അല്ല മാത്രം മതി എന്ന്. നൂഹിന് വട്ടാൻ, നൂഹിന് പിരാന്താൻ, നൂഹ് സാഹിറാൻ. അവരെന്തൊക്കെയോ പറയും. ഞങ്ങൾ ഉസ്താദുമാരാണ് പറയുന്നത്, ഞങ്ങള് ശൈഖുമാരാണ് പറയുന്നത്, ഞങ്ങള് പള്ളിയിലെ മുദരിസന്മാരാണ് പറയുന്നത്. നൂഹ് ഇന്നലെ എങ്ങാനും ഞാനാണ് നബി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാ. അവൻ ആരുമല്ല ഈ നമ്മുടെ കൂട്ടത്തില്. ഇപ്പം വന്നിട്ട് വിച്ചും പേയും പറയുകയാണ്. അവൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ ജാറങ്ങളെ കൈവിട്ടേക്കണ്ട. ലാ തദറുന്ന ആലിഹത്തക്കും, ഈ ഇലാഹുകളെ ഒന്നും നിങ്ങൾ കൈവിടണ്ട, ഈ ജാറങ്ങളെ ഒന്നും കൈവിടണ്ട, ഈ ദർഗകളെ ഒന്നും കൈവിടണ്ട. അതിലാണ് നിങ്ങളെ കാര്യങ്ങൾ നടക്കുന്നത്. വലാ തദറുന്ന വദ്ദ് തങ്ങളെ കൈവിട്ടേക്കണ്ട. ഇപ്പോൾ പറയും ഒരീശക്കങ്ങളെ കൈവിടണ്ട. ലാ തദറുന്ന വദ്ദൻ വലാ
സുവാഹ് തങ്ങളെ കൈവിടണ്ട, അതേ റിഫായി ശൈഖ് തങ്ങളെ കൈവിടണ്ട, വല യഊഖ് തങ്ങളെ കൈവിടണ്ട, അതേ ഉള്ളാളത്തെ തങ്ങളെ കൈവിടണ്ട, വല നസ്ര തങ്ങളെ കൈവിടണ്ട, അതേ ഷാദുലി ശൈഖ് തങ്ങളെ കൈവിടണ്ട. അല്ലാഹു അക്ബർ. ഏതാണ്ട് 9,000 കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഇതിന്. 9,000 കൊല്ലത്തെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇന്ന് അത് വള്ളി പുള്ളി തെറ്റാതെ നിലനിൽക്കുന്ന രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുവഹിദുകൾ എത്ര ഭാഗ്യവാന്മാർ, മുവഹിദുകൾ എത്ര സൗഭാഗ്യം ചെയ്തവർ, മുവഹിദുകൾ എത്ര അള്ളാഹുവിന്റെ ഈ കാലഘട്ടത്തിൽ തൗഹീദിന്റെ ദീനശിക്ഷയുമായി വീട്ടിലും നാട്ടിലും വീട്ടിലും അള്ളാഹുവിന്റെ തൗഹീദ് ശബ്ദിക്കാൻ ഇന്നലെ വരെ വിദേശി വീടിന്റെ ബുദ്ധിയും വലിച്ച് തെക്കോട്ടും വടക്കോട്ടും കഷ്ണം ടൗസറുകൾക്ക് ഏറെമാറാൻ നടന്ന പിള്ളേർ ഇന്ന് മുവഹിദീങ്ങൾ, ഇന്ന് തൗഹീദിന്റെ വക്താക്കൾ. മറുഭാഗത്തോ പാരമ്പര്യത്തിന്റെ ആൾക്കാർ, വലിയ താണ്ടിയും മോടിയും തലപ്പാവും പ്രായവും പ്രസിഡന്റും സെക്രട്ടറിയും മഹല്ലും ജമാഅത്തും അതേപോലെ തന്നെ ദർസും കോളേജും അറബിക് കോളേജും യൂണിവേഴ്സിറ്റിയും എല്ലാം മറുഭാഗത്ത്. ഇപ്പുറത്ത് ചള്ള പിള്ളർ. അന്ന് നൂഹ് നബിന്റെ മറുഭാഗത്തുള്ളത് ശൈഖുനമാര്, മൗലാനമാര്, അലിമീങ്ങള്, മുദരിസുമാര്, ഖത്തീബുമാര്, ദർസ്, പള്ളി, ജമാഅത്ത് കമ്മിറ്റി. ഇപ്പുറത്തുള്ളത് നൂഹ് നബിനെ വെച്ച് കുറെ പിള്ളർ. നിഷേധിക്കാൻ ഒക്കുമോ ചരിത്രം? ചരിത്രം നിഷേധിക്കാൻ ഒക്കുമോ? പഠിക്കുന്ന ചരിത്രം എന്തിനാണ് ഈ ചരിത്രം ഒളിപ്പിച്ചു വെക്കുന്നത് ഈ ഉലമാക്കൾ എന്ന് പറയുന്നവർ? ഉമ്മത്ത് കാര്യം മനസ്സിലാക്കി പോകുന്നതുകൊണ്ട്. അത്ര കൃത്യമായിരുന്നു കാര്യം. ബഹുമാനപ്പെട്ട നൂഹ് നബി ആ സമയത്ത് പറഞ്ഞത്, റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും ഒരുപോലെ ഞാൻ എന്റെ ഖൗമിനെ ദഅവത്ത് ചെയ്തു. അല്ലാഹുവേ, എന്തിലേക്കാണ് ദഅവത്ത്? എന്തിലേക്കാണ് ദഅവത്ത്? അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്, ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരാണ്. ആദം നബി എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ശീസ് നബിയും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഇദ്രീസ് നബിയും പഠിപ്പിച്ചിട്ടുണ്ട്, വദ്ദും സുവാവും യഊഖും യഹൂസും നസ്റും എല്ലാം ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തിലേക്കാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ചെയ്തത്? ആ 5 ദർഗകളിലേക്ക് പോകരുത് എന്നായിരുന്നു ദഅവത്ത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവേ, വലം യജിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർ ഓടുകയാണ് എന്നെയും വിട്ട്. അവർ ജഅലു അസാബിഅഹും ഫി ആദാനിഹിം, ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി വിരൽ ചെവിയിലിട്ടിട്ട് മൂടുകയാണ്. വസ്തഗ്സൗ സിയാബഹും, മുഖത്ത് മുണ്ടിട്ടിട്ട് ഓടുകയാണ് അവർ. വഅസറു വസ്തക്ബറു ഇസ്തിക്ബാറ, അഹങ്കാരം കിബ്റും നടിച്ച് ഞങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്റെ വാക്ക് കേൾക്കാൻ ആരുമില്ല അല്ലാഹുവേ, അതുകൊണ്ട് മതി, എന്നെ കൊണ്ട് പറ്റൂല. 900 ചില്ലറ കൊല്ലമായി മെനക്കെടാൻ തുടങ്ങിയിട്ട്. ലാ തദറു അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഒരൊറ്റ കാഫിറിനെ നീ ഇവിടെ ബാക്കി വെക്കണ്ട അല്ലാഹുവേ. ആരെയാണ് കാഫിർ എന്ന് വിളിച്ചത്? നൂഹ് നബി. ആരെയാണ് കാഫിർ എന്ന് വിളിച്ചത്? ലാ തദറു അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. അവർ നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? നോമ്പുന്നവരായിരുന്നില്ലേ? ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നവരായിരുന്നില്ലേ? അവർ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരായിരുന്നില്ലേ? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നില്ലേ? എന്നിട്ടും അവരെ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചില്ലേ? ഒറ്റ കാരണം, അവർ ദർഗയിൽ ചെന്നിട്ട് ഇലാ ഹദ്റത്തി പറയുന്നവരാണ്. വേറെ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ചെയ്തിട്ട് തെളിയിക്ക്. ഞാൻ 15 വർഷമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. 15 വർഷമായി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നൂഹ് നബിന്റെ ഖൗമിനെ ബഹുമാനപ്പെട്ട നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാർ. അവര് പരസ്യമായി എന്ത് തെറ്റാണ് ആ സമൂഹം ചെയ്തത്? ഇത്രമാത്രം കടുപ്പത്തിൽ പെരുമാറാൻ ഈ 5 ഔലിയാക്കളുടെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറാണ് ഹൗലായി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമിൽപ്പെട്ട സാലിഹീങ്ങളായ 5 മഹാന്മാരായ മശായിഖുകളുടെ പേരുകളാണ് ഇത് എന്ന് നൂഹ് നബിന്റെ തഫ്സീറാ. അവിടെ അത് സംശയിക്കേണ്ട. അതുവരെ ഇനി അതിനും വേണ്ട വേറെ വകുപ്പൊന്നും കൊണ്ടുവരണ്ട. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിലെ ഇസ്തിഖാമത്തിന് വേണ്ടിയാണ് അഅ്മാലുകളെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. അമലുകളെ പറ്റി എല്ലാവരും പറയും, എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ലക്ഷ്യം അതല്ലല്ലോ. അല്ലാഹു തആല അഅ്മാലുകളെ നിശ്ചയിച്ചിരിക്കുന്ന ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു. എന്താ ഇസ്തിഖാമത്ത്? ഒരിക്കലും ദർഗയിലേക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല, കണ്ണ് തിരിഞ്ഞു പോകാൻ പാടില്ല, ചെവി തിരിഞ്ഞു പോകാൻ പാടില്ല, മനസ്സ് തിരിഞ്ഞു പോകാൻ പാടില്ല. അങ്ങോട്ട് നടക്കുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കാനും കൂടി പാടില്ല. അതാണ് ഇസ്തിഖാമത്ത്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പുറം കാണുന്നല്ല പച്ചപ്പട്ടല് വിരിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കാനും കൂടി പാടില്ല. ഇങ്ങോട്ട് നോക്കിയിട്ട് നടന്നോളണം. അതാണ് നമുക്ക് പൂർവികന്മാരായ പ്രവാചകന്മാർ പഠിപ്പിച്ചത്.
അഷ്റഫുൽ ഖൽഖിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പൊ സമയമില്ല. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അഅമാലുകളെ, കർമ്മങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയെ ഉറപ്പിച്ച് മരിക്കുന്നത് വരെ നിർത്താനാണ്. ഷഹാദത്തിന്റെ പ്രത്യേകത എന്താ? അത് മരിക്കുന്നത് വരെ ലൈവായി നിൽക്കണം. നിസ്കാരം പോലെയല്ല. നിസ്കാരം 24 മണിക്കൂറിൽ 5 നേരം നിസ്കരിച്ചാൽ മതി. 5 നേരത്തെ നിസ്കാരത്തിന് ഏറി വന്ന 2 മണിക്കൂർ മതി. ബാക്കി 22 മണിക്കൂർ ഫ്രീ ആണ് ഒരു ദിവസം. വർഷത്തിൽ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി സക്കാത്ത്. ബാക്കി വർഷം മുഴുവനും ഫ്രീ ആണ്. വർഷത്തിൽ ഒരു മാസം നോമ്പ് നോറ്റാൽ മതി. ബാക്കി 11 മാസം ഫ്രീ ആണ്. ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്താൽ മതി. ബാക്കി ജീവിതം മുഴുവനും ഫ്രീ ആണ്. ഷഹാദത്തോ 24 മണിക്കൂറും ലൈവായി നിൽക്കണം. ഷഹാദ ഒരു സെക്കൻഡ് പാഴായി പോകാൻ പാടില്ല. ഒരു സെക്കൻഡ് ഷഹാദ ബാത്തിലായി ആ സമയത്താണ് മരിക്കാൻ ഇടവന്നെങ്കിൽ വല്ലാഹി അവൻ നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരും. ബാക്കിയുള്ളത് എന്ത് ബാത്തിലായാലും ചിലപ്പോൾ അല്ലാഹു തആല പുറത്തു തന്നു വരും. നിസ്കാരം ബാത്തിലായിപ്പോയി, നോമ്പ് ബാത്തിലായിപ്പോയി, ഹജ്ജ് ബാത്തിലായിപ്പോയി, സക്കാത്ത് ബാത്തിലായിപ്പോയി. എക്സ്ക്യൂസ് ഉണ്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ. യഗ്ഫിർ ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ. അല്ലാഹു തആല പോട്ടെ, സാരല്ല, നിന്റെ തൗഹീദ് ക്ലിയർ ആണ്, നീ പേടിക്കണ്ടെന്ന് പറയും അല്ലാഹു തആല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وأن الجنة حق وأن النار حق أدخله الله الجنة على ما كان من العمل. الله أكبر. ഹബീബായ മുത്തായ മുസ്തഫ റസൂലുള്ള മുവഹിദുകൾക്ക് സലഫികൾക്കാണ് കൊടുക്കുന്ന ധൈര്യം. മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കുന്ന പ്രശ്നമില്ല, അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചവൻ. മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ഒന്നിനെയും ഞാൻ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അംഗീകരിച്ചവൻ. വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ആ ജീവിതം എനിക്ക് പഠിപ്പിച്ചത് മുഹമ്മദ് നബിയാണ്. ആ മുഹമ്മദ് നബി 100% അബ്ദാൻ വറസൂലുഹു, റസൂലും ആണ്, അതും ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചവൻ. രണ്ടാമത്തെ ഷഹാദ. വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടിമയാണ്, മോനല്ല അടിമയാണ്. വറസൂലുഹു, റസൂലുമാണ്. വറൂഹുൻ അൽഖവ കലിമത്തുൻ അൽഖാഹാ ഇലാ മറിയം, മറിയമിലേക്ക് അല്ലാഹു നിക്ഷേപിച്ച കലിമത്തുമാണ് എന്ന കാര്യവും ഒരുത്തൻ ജീവിതത്തിൽ ഉറപ്പിച്ചാൽ, ക്രിസ്തുമസിന്റെ അന്ന് കേക്ക് മുറിക്കലോടുകൂടി ആ ഷഹാദ വാത്തിലായി. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ ഈ ഷഹാദ ക്രിസ്തുമസിന്റെ അന്ന് ആരെയോ ബോധിപ്പിക്കാൻ കേക്ക് മുറിച്ചാൽ കേക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് ഡിസംബർ 25 പോലെ ഇത്രമാത്രം അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു ദിവസം വേറെ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ഡിസംബർ 25 പോലെ അള്ളാഹ്ക്ക് ഇത്ര വെറുപ്പുള്ളൊരു ദിവസം വേറെ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. ഡിസംബർ 25 പറ്റുമെങ്കിൽ അനങ്ങാതെ ആടാതെ വീട്ടിൻ്റെ ഉള്ളിൽ അന്തരീക്ഷം ആകാശം പോലും കാണാതെ കൂടാൻ ശ്രമിക്കണം. അത്ര അപകടം പിടിച്ച ദിവസമാണ് ഡിസംബർ 25. നമ്മൾ ബിസിനസിന്റെ പേരും പറഞ്ഞ്, കുടുംബത്തിന്റെ പേരും പറഞ്ഞ്, സ്കൂളിന്റെ പേരും പറഞ്ഞ് കേക്ക് വണന്നിട്ട് ക്രിസ്മസ് കേക്ക് എന്ന് പറഞ്ഞിട്ട് മുറിക്കാൻ മെനക്കെട്ടാൽ ഷഹാദ ബാത്തിലാണ്. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമത്തുൻ അൽഖാഹാ ഇലാ മറിയം, അതിലെ ഷഹാദത്ത് വഴിയാണെന്ന് പറഞ്ഞത്. മൻ ഷഹിദ എന്ന് പറഞ്ഞിട്ടാണ് ഈ 3 കാര്യങ്ങളും പറയുന്നത്.
വഅന്നൽ ജന്നത ഹഖ്ഖുൻ, സ്വർഗ്ഗം ഹഖാണ്, സത്യമാണെന്ന് ഒരുത്തൻ അംഗീകരിച്ചു. വഅന്നൻ നാറ ഹഖ്ഖുൻ, നരകം ഹഖാണ് എന്ന് ഒരുത്തൻ അംഗീകരിച്ചു. ഈ 5 കാര്യങ്ങൾ ഒരുത്തൻ ഷഹാദത്തിൽ ഉൾപ്പെടുത്തിയാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനെ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ്. അലാ മാ കാന മിനൽ അമൽ, അവന്റെ അമൽ എന്താണെന്ന് കൂടുതൽ നോക്കാതെ. അല്ലാഹു അക്ബർ. പിന്നെന്താ മുവഹിദുകൾക്ക് വേണ്ടത്? ഇതിനേക്കാൾ സൗഭാഗ്യം വേറെന്താ? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, തൗഹീദിന്റെ ചെറുപ്പക്കാരോട്, സലഫിയ്യത്ത് തലയിലേക്ക് നടക്കുന്ന ചെറുപ്പക്കാരോട്, നിങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ്. എന്താണ് വലിയ? എന്താണ് വലിയ? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. ഇൻ ഔലിയാഉഹു, അല്ലാഹുവിന്റെ ഔലിയാക്കളല്ല, ഇല്ലൽ മുത്തഖൂൻ, മുത്തഖീങ്ങളല്ലാതെ വേറെ ആരുമല്ല. എന്താണ് തഖ്വ? ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹി, അള്ളാന്റെ കൽപ്പന കൃത്യമായി പാലിക്കുകയും അള്ളാഹ് നിരോധിച്ചത് കൃത്യമായി ഒഴിവാക്കുകയും ചെയ്യലാണ് തഖ്വ. ആ തഖ്വയിൽ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽ ഇബാദത്തു ലില്ലാഹി വഹദാ. ഞാൻ എന്ത് ബന്ധപ്പെടുന്നത് എൻ്റെ അള്ളാഹിനോട് മാത്രം. അവനാണ് വലി. അവനെ പറ്റിയാണ് അല്ലാഹു തആല വലി എന്ന് പറഞ്ഞത്. എങ്കിൽ പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, സമൂഹത്തിൽ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല, കുടുംബ അഡ്രസ്സ് ഉണ്ടാവില്ല, സമ്പത്തിന്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. ഇന്നലെ വരെ ഏറെ വാറ നടന്നവനായിരിക്കാം. ഏതോ ഉസ്താദിന്റെ നസീഹത്ത് കേട്ടിട്ടാണ് തൗഹീദ് മനസ്സിലായത്. അൽഹംദുലില്ലാഹ്, ഇപ്പോഴവൻ പ്യൂർ തൗഹീദാണ്. എന്ത് പ്രയാസം വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് സാമ്പത്തിക ക്ലേശം വന്നാലും, ശാരീരിക ആരോഗ്യ പ്രശ്നം വന്നാലും, എനിക്ക് എൻ്റെ അല്ലാഹ് മതി. ഹസ്ബി അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശ്. അതിന്റെ രസം ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. വെറുതെ അള്ളാന്റെ റസൂലെ ഹലാവത്തുൽ ഈമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈമാന്റെ മധുരം, ഈമാൻ ഹലുവയാണെന്നാണ് റസൂൽ പറഞ്ഞത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ഈമാൻ, ഈമാന്റെ രുചി. ഈമാന്റെ രുചി എന്താണ്? മധുരമാണ്. ഈമാന്റെ രുചി മധുരമാണ്. എല്ലാറ്റിനും രുചിയില്ലേ? ഈമാന്റെ രുചിയുണ്ട്. അത് ഹലാവത്തുൽ ഈമാൻ. ഈമാന്റെ രുചി മധുരമാണ്. ഹലുവ പോലെയാണ്. ഹലുവ, ഹലാവത്ത്, അതിലാണ് ഹലുവ വന്നത്. അത് അനുഭവിച്ചവർക്കേ തിരിയുള്ളൂ, അല്ലാത്തവർക്കും തിരിയില്ല. വെറും വേദം കേട്ടിട്ട് വേഗം പൊടി തട്ടിട്ട് പോയാൽ നാം മനസ്സിലാവില്ല. 24 മണിക്കൂറും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അങ്ങനെ എന്ത് പ്രശ്നം വരുമ്പോഴും ഭാര്യ ഇന്നൊന്ന് പശു, എടീ നമുക്ക് അള്ളാഹിനോട് പറയാം വാ, മക്കളെ നമുക്ക് അള്ളാഹിനെ വിളിക്കാം വാ. മക്കൾ വന്നിട്ട് ആവശ്യങ്ങൾ പറയുകയാണ്. പുസ്തകം വേണം, പേന വേണം, സ്ലേറ്റ് വേണം, ബാഗ് വേണം, വണ്ടി വേണം, മക്കൾക്ക് വേണം, ഇത് വേണം. പാപ്പ എന്താണ് എന്നെ ഇടങ്ങാറാക്കുന്ന മക്കളെ? ഇതൊന്നും എൻ്റെ കയ്യിലുള്ള അല്ലല്ലോ, ഇതെല്ലാം അള്ളാഹിൻ്റെ കയ്യിലുള്ള സാധനങ്ങളല്ലേ, നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം വാ. ആ രീതിയിൽ കുഞ്ഞു മക്കളെ മനസ്സിൽ അള്ളാഹു എന്നുള്ള വിശ്വാസം, ഈമാൻ ഉരുപ്പിടിപ്പിക്കണം. വലുതായി കഴിഞ്ഞാൽ അവർക്ക് വേറെ ഒന്നും മനസ്സിലാകും. നിങ്ങൾക്ക് തോന്നും ചെറിയ പിള്ളേരോടോ? അതെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആകുന്ന പൊന്നുമോൻ ആകെ 5-4 വയസ്സേ ഉള്ളൂ. മടിയിലിരുത്തി കളിപ്പിക്കുന്ന പ്രായം. അഷ്റഫുൽ ഖൽഖ് മോനെ മടിയിലിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്ത വിഷയങ്ങൾ നമ്മൾ പറയും അതെല്ലാം ബൈക്ക് കെട്ടിട്ട് വലിയ ഉസ്താദ്മാരും ബുദ്ധിയുള്ള കുറേ ജനങ്ങളോട് പറയേണ്ടതാണെന്നൊക്കെ പറയും. അല്ല, ചെറിയ മക്കളോട് മടിയിലിരുത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, യാ ഗുലാം, പൊന്നു മോനെ. ഗുലാം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്ക് വിളിക്കുന്ന വാക്കാണ് ഗുലാം. യാ ഗുലാം, ഇതാ ഈ മോനെ പോലത്തെ എന്തോ പറയുന്നുണ്ട് ആ മോൻ, അവൻ എന്തോ പറയുന്നുണ്ട്. ചെത്തിച്ച് കേട്ടോ. യാ ഗുലാം, പൊന്നു മോനെ, കുഞ്ഞു മോനെ, ഹിഫ്ളില്ലാ, നീ അള്ളാഹിനെ സൂക്ഷിക്കണം മോനെ. ആരുടെ പറയുന്നത്? 4 വയസ്സിൻ്റെ കുഞ്ഞിനോട്. നമ്മൾ പറയും പിള്ളേരോട് എല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ കാണുമ്പോൾ മനസ്സിലാവും പിള്ളേർക്ക്. ഹിഫ്ളില്ലാ, അള്ളാഹിനെ സൂക്ഷിക്കണേ മോനെ. യഹ്ഫദുക അല്ലാഹ്, അള്ളാഹ് നിന്നെയും സൂക്ഷിക്കും മോനെ. നീ അള്ളാഹിനെ സൂക്ഷിച്ചോളാം കേട്ടോ. തജിദുഹു തുജാഹക്, നീക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ അള്ളാഹ് ഹാജറാണ്. തജിദുഹു തുജാഹക്, എനിക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അള്ളാഹിനോട് മുമ്പിൽ പറയാം. നീ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ മതി. വൈദാ സഅൽത ഫസ്അലില്ലാ, നീ എന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും അള്ളാഹിനോട് ചോദിക്കും മോനെ. അള്ളാഹുവേ വേറെ ഇല്ലല്ലോ, സാറ് വഴക്ക് പറയുമല്ലോ, പിന്നെ പരീക്ഷയ്ക്ക് ശരിയാകുന്നില്ലല്ലോ, ഏ അള്ളാഹ് ഒന്നും പറയാൻ നിൽക്കണ്ട. 2 വിളി അള്ളാഹിനെ. ചെറിയ കുഞ്ഞു മക്കൾ അങ്ങനെ ശീലിപ്പിക്കുക. എന്തൊരു രസമായിരിക്കും എന്നറിയോ അള്ളാഹ്ക്ക് എന്തൊരു ഇഷ്ടമായിരിക്കും എന്നറിയോ? അതിനാണ് ഹലാവത്തിൻ്റെ ഈമാൻ എന്ന് പറയുന്നത്, ഈമാന്റെ മധുരം എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ എന്ത് സഹായത്തിന് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും നീ അള്ളാഹിനോട് മാത്രമേ സഹായത്തിന് അഭ്യർത്ഥിക്കാവൂ മോനെ. ബാപ്പാനോട് ബാപ്പാ ഒന്ന് സഹായിക്കണേ എന്ന് പറയരുത്. അള്ളാഹ് ഒന്ന് സഹായിക്കണേ. എന്നിട്ട് ബാപ്പാ പേനയില്ല കേട്ടോ എന്നേ പറയാം. എനിക്കൊരു പേന വാങ്ങിച്ചു തന്നെ ദയവായിട്ട് ഒന്നും പറയുന്ന പ്രശ്നമില്ല. അടിമകളോട് ബാപ്പയായാലും ഉമ്മയായാലും അങ്ങനെ പറയുന്നില്ല അള്ളാഹിനോട്. അതേ അവസരത്തിൽ ആവശ്യങ്ങൾ
അതിൻ്റെ അസ്ബാബിൻ്റെ രീതി അനുസരിച്ച് മാതാപിതാക്കളോട് പറയാം, ചങ്ങായിമാരോട് പറയാം. അതുകൊണ്ടാണ് ജിന്നുകളെ ഒരു കാരണത്താൽ ഇടപെടിപ്പിച്ചുകൂടാ, കൊടിയ ശിർക്കാണെന്ന് നാം പറയുന്നത്. കാരണം ഈ രീതിയിൽ ഇടപെടേണ്ട കേസാണത്. അത് അങ്ങനെ ഇടപെടാൻ അല്ലാഹു തആല മനുഷ്യരല്ലാതെ വരെ ആരെയും നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. മരിച്ചുപോയ വലിയകളില്ല, ജീവിച്ചിരിക്കുന്ന ജിന്നുകളിൽ ആരുമില്ല, നമുക്ക് അള്ളാഹു മാത്രം. അതേ അവസരത്തിൽ അള്ളാഹു വസ്തുക്കളെ ഇസ്തിമാൽ ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ വേണ്ടി ശീലിപ്പിച്ച മനുഷ്യർ, നമ്മുടെ ബാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ കൂട്ടുകാർ, അങ്ങനെ നമ്മുടെ ബന്ധുക്കള്, ഓരോരാളും ദർജ അനുസരിച്ച് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ 24 മണിക്കൂർ ഒരു സെക്കൻഡ് പോലും പാഴായി പോകാതെ മരിക്കുന്നത് വരെ ലൈവായി നിൽക്കേണ്ട ഷഹാദത്തിനെ ഇസ്തിഖാമ ചെയ്യാൻ സ്ഥിരപ്പെടുത്തി കൊണ്ടുപോകാൻ വെച്ചത് അഅമാലുകളെയാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉടനെ നിസ്കാരം പറഞ്ഞത്. ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. അവിടെ തൗഹീദ് പറഞ്ഞു, ഉടൻ തന്നെ നിസ്കരിക്കാനും പറഞ്ഞു. കാരണം തൗഹീദ് മരിക്കുന്നത് വരെ ലൈവായി നിൽക്കണം, ഡാമേജ് വരാതെ. അതിന് സഹായകമായ ഊർജമാണ് നിസ്കാരം. വേറെ ഒന്ന് പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. വഖദാ റബ്ബുക, നിങ്ങളെ റബ്ബിന്റെ തീരുമാനമായി കഴിഞ്ഞു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്. ഇനി വരെ വാദപ്രതിവാദം വേണ്ട, മുഖാമുഖം വേണ്ട, ഗണ്ണന പ്രസംഗം വേണ്ട, പുസ്തകടിച്ചിറക്കൽ വേണ്ട, ദർസും മദ്രസയും കോളേജും വേണ്ട. എന്തിന്? അള്ളേ ഉള്ളൂ എന്ന് സ്ഥാപിക്കുക. അത് തീരുമാനമായ വിഷയമാണ്. നിങ്ങൾ പഠിച്ചിട്ടൊക്കെ തീരുമാനം ആക്കാൻ മെനക്കെടണ്ടെന്ന് അള്ളേ പറയുന്നത്. വഖദാ റബ്ബുക, നിങ്ങളെ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, എന്തുണ്ടെങ്കിലും അല്ലാ മാത്രമേ ഉള്ളൂ എന്ന കാര്യം. ഉടൻ തന്നെ പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം കേട്ടോ എന്ന് ഉടൻ തന്നെ പറഞ്ഞു. തൗഹീദുമായിട്ട് അല്ലാഹു നേർക്ക് നേരെ ബന്ധപ്പെടുത്തിയ 2 വിഷയങ്ങളാണ്. ഒന്ന് നിസ്കാരം, പിന്നെ മാതാപിതാക്കളുമായിട്ടുള്ള കടപ്പാട്. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഹിദായത്തിനെ ഇസ്തിഖാമത്ത് ചെയ്യാനുള്ള ആയുധമാണ്. ആരൊരുത്തൻ മാതാപിതാക്കളുമായിട്ട് ബന്ധം വിച്ഛേദിച്ചോ അവന്റെ ഇസ്തിഖാമത്ത് പാഴായി. ഇസ്തിഖാമത്ത് പാഴായ അവൻ ഏത് സമയത്തും ദലാലത്തിൽ ചെന്ന് പതിക്കാം. ഇതേപോലെ അല്ലാഹു തആല അമലാക്കി വെച്ചിരിക്കുകയാണ് റമദാൻ മാസത്തെ നോമ്പ് എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അപ്പോഴേക്കും സമയം തീർന്നു. അല്ലാഹു തആല എല്ലാവരും പറഞ്ഞിരുന്നുണ്ടല്ലോ, ബാക്കി നിങ്ങൾ കൂട്ടി വായിച്ചോ. ബാക്കിയുള്ള ആൾ പറയുന്നത് ഉസ്താദന്മാരൊക്കെ പറഞ്ഞിരുന്ന വിഷയങ്ങൾ ഇതൊക്കെ കൂട്ടി വായിച്ചോ. അടിസ്ഥാന വിഷയം ഇതാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നോമ്പായാലും സക്കാത്തായാലും ഹജ്ജായാലും ഖുർആനോത്തായാലും ദിക്റായാലും തസ്ബീഹായാലും എന്തെന്നായാലും ഇതാണ് വിഷയം. ഷഹാദത്ത് സ്ഥിരപ്പെടുത്തലാണ് വിഷയം. അത് മരിക്കുന്നത് വരെ ലൈവായി പ്രകാശത്തോടെ നിൽക്കണം. എന്ത് വരുമ്പോഴും അല്ലാഹു എന്ന മധുരം ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നാവിൽ ഇങ്ങനെ വെള്ളം കിട്ടണം. അള്ളാഹുവിനെ കാണുമ്പോൾ, അള്ളാഹിനെ വിളിക്കുമ്പോൾ, അള്ളാഹുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ. നാടൻ ഭാഷയിൽ ചോദിക്കുക, സാഹിത്യത്തിൽ ചോദിച്ചിട്ട് പ്രസംഗം ആക്കേണ്ട ദുആ നല്ല നാടൻ ഭാഷയിൽ കുഞ്ഞു മക്കൾ ഉമ്മാനെ വിളിച്ചിട്ട് പറയും പോലെ. വലിയ മാന്യനാണ്, വലിയ നാട്ടിലെ വലിയ സായിപ്പാണ്, വലിയ IG ആണ്, അല്ലെങ്കിൽ വലിയ കളക്ടറാണ്, IS ആണ്, IPS ആണ്. അയാൾ വീട്ടിൽ വന്നിട്ട് അയാൾ കോട്ടൺ സൂട്ടിലിട്ട് കത്തിന് കുണമെല്ലാം കെട്ടിയിട്ട് വിളിച്ചു വന്നിട്ട് ഉമ്മാനോട്, ഉമ്മ എനിക്ക് വിശക്കുന്നു, വല്ലതും തരണം, എന്താ ഒന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ വിചാരിക്കുക? ഉമ്മ എന്താ വിചാരിക്കുക? അയാളെ പറ്റി സംതിങ് റോങ്. ഒന്നിക്ക് കുതിരോട്ടത്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മൂളമ്പാർക്ക് കൊണ്ടുപോകണം. എന്താ പ്രശ്നമുണ്ട് മോനിക്ക്? ആ ചോദ്യത്തിൻ്റെ ശൈലി കേട്ടാൽ തന്നെ അറിയാമല്ലോ. അതേ അവസരത്തിൽ എത്ര വലിയവനായാലും ശരി, ഉമ്മടുത്ത് പോയിട്ട് ഉമ്മ വല്ലാണ്ട് വിശക്കണം, എന്താ ഉള്ളത് തിന്നാൻ? നിങ്ങളെ നാടൻ ഭാഷയിൽ നിങ്ങളെ പ്യാരി ഭാഷ, ഹമാര ഭാഷ, എന്ത് ഭാഷയാണ് നിൽക്കണം ഒന്ന് പറയാം. കഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നാടൻ ഭാഷയിൽ, നാടൻ നമ്മുടെ അടുക്കള ഭാഷയിൽ എത്ര വലിയവനായാലും ഉമ്മക്കത് ഇഷ്ടം കേൾക്കാൻ. ചെറിയ കുഞ്ഞു മക്കൾ പറയും പോലെ വലിയ മക്കൾ പറയുന്നത് ഉമ്മക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. എങ്കിൽ അള്ളാഹൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതേപോലെ വേണം, അതിനേക്കാൾ മനോഹരമായിട്ട് വേണം അള്ളാഹിനോട് പറയാൻ. അള്ളാഹിനോട് ചിരിച്ചിട്ടും കരഞ്ഞിട്ടും ഒക്കെ പറയണം, അലറി വിളിച്ച് പറയരുത്. വലിയ സാഹിത്യത്തിൽ നിന്ന് പറയാൻ മെനക്കെടേണ്ട. നമ്മുടെ നാടൻ ഭാഷയിൽ തന്നെ, അടുക്കള ഭാഷയില്ലല്ല, ആ ഭാഷയിൽ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. എന്നിട്ടങ്ങ് പറയാം. രാത്രി എഴുന്നേറ്റിട്ട് 11 നേരത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചിന്തിച്ചിട്ട് ഉറക്കം ഞെട്ടുമോ, ആ ഉറക്കം ഞെട്ടിയ ഉടനെ തന്നെ എഴുന്നേറ്റ് കിടക്കയിൽ ഇരിക്കണം. വെയ്യ ഒഴുകാക്കാനും കക്കുസിപ്പാനും മെനക്കെടൊന്നും ചെയ്യണ്ട. ആ കിടക്കയിൽ ഇരുന്നിട്ട് അന്തം തന്നെ കൈ ഉയർത്തുക അള്ളാഹുവിലേക്ക്, ആകാശത്തിലേക്ക്. അള്ളാഹ് പ്രശ്നമാണല്ലോ, അള്ളാഹ് അത് ശരിയാക്കി തരണം. ഇതിൽ സമയമൊന്നും ആയിട്ടില്ലെങ്കിൽ വേഗം കിടന്നു അവിടെ തന്നെ ഉറങ്ങിക്കോ. പിന്നെ എണീച്ചാൽ മതി തയ്ച്ച് തന്നെ.
ഇതെല്ലാം കൂടി ആയി ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി നിസ്കരിച്ച് എന്നിട്ട് പിന്നെ അതിനെ കാണാതെ പഠിച്ച ദുആയില്ല. അള്ളാഹിനോട് പറയാനുള്ളത് ഉമ്മാനോട് പറയുന്ന ആ ശീലമുണ്ടല്ലോ, ആ രീതിയിൽ പറഞ്ഞ് ശീലിക്കണം, നാം ഉച്ചരിക്കണം, ഭാര്യയെ ശീലിപ്പിക്കണം, മക്കളെ ശീലിപ്പിക്കണം, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന സഹോദരിമാർ ആ രീതിയിൽ ഇന്നു മുതൽ കൈകാര്യം ചെയ്യണം. അങ്ങനെ റമദാൻ മാസത്തെ പ്രകാശമുള്ളതാക്കി തീർക്കണം. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുമ്പോഴേക്ക് ഷഹാദത്തിൻ്റെ ഒരു പൊലിമ നമ്മുടെ മനസ്സിൽ വരണം. അതുമായിട്ട് വേണം ഈദ്ഗാഹിലേക്ക് പോകാൻ. അള്ളാഹു എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഉമ്മത്തിനെ മുഴുവനും അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലാ നബിയിൽ മുസ്തഫ വറസൂലുൽ മുർത്തദ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المقصودين واقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وعلى مشايخ وعلى جميع الحجاج والعمار والغزاة والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادقين والدين في بيتك ووحدك وجوبك أجمعين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.